നമസ്കാരം. റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം. വിനി ജൂനിയർ ഈ സീസണിൽ നടത്തുന്ന മിന്നും പ്രകടനത്തിന് അഭിനന്ദന പ്രവാഹമാണ്. യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ മുത്തമിട്ടപ്പോൾ അദ്ദേഹത്തെ അഭിനന്ദിക്കാൻ നെയ്മർ ജൂനിയർ തന്നെ മുന്നോട്ട് വരുന്ന കാഴ്ച നമ്മൾ കണ്ടു. അദ്ദേഹത്തിൻ്റെയും റോഡ്രിഗോയുടെയും ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ട് ആദ്യം കൺഗ്രാജുലേഷൻസ് മൈ ബോയ്സ് എന്ന് പറഞ്ഞുകൊണ്ട് കുറിക്കുന്നു. പിന്നെ ലോകത്തെ ഏറ്റവും മികച്ച രണ്ട് താരങ്ങൾ എന്നുകൂടി അദ്ദേഹം വിശേഷിപ്പിക്കുന്നു. എന്നാൽ UCL വിനി ജൂനിയർ 24 വയസ്സിനിടക്ക് 2 ഫൈനലുകളിൽ ഗോളടിച്ചു കഴിഞ്ഞു. പ്രധാനപ്പെട്ട മത്സരങ്ങളിൽ മിന്നിക്കത്താനുള്ള സുപ്രധാനമായ കഴിവ്, ഒരു പ്രത്യേക കഴിവ് വിനിക്കുണ്ട് എന്ന് സമ്മതിച്ചേ പറ്റൂ. അപ്പോഴും യൂറോപ്പിൽ കളിച്ച യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ മിന്നിക്കത്തിയ ബ്രസീലിയൻ താരങ്ങളുടെ ലിസ്റ്റ് എടുത്താൽ അതിൽ നെയ്മറും ഉണ്ടാകും തലപ്പത്ത്. ഏറ്റവും അധികം ഗോളുകൾ യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ നേടിയിട്ടുള്ള ബ്രസീലിയൻ താരം അത് നെയ്മർ ജൂനിയറാണ്. ഈ രണ്ടുപേരുടെയും UCL പ്രകടനങ്ങൾ നമ്മളൊന്ന് കമ്പയർ ചെയ്താൽ നീണ്ടകാലം അവിടെ കളിച്ച നെയ്മറെ കുറിച്ച് ആ മുഴുവൻ കരിയർ വെച്ച് നമുക്ക് പറയാൻ പറ്റില്ല. മറിച്ച് ഇതേ പ്രായത്തിൽ രണ്ടുപേർക്കും ഒരേ പ്രായമുള്ള സമയത്ത് 24 വയസ്സിലാണ് ഇപ്പോൾ വിനിയുള്ളത്. 24 കംപ്ലീറ്റ് ആയിട്ടില്ല. 23 വയസ്സും 325 ദിവസവും. ഈ സെയിം ഏജിൽ നെയ്മർ അവിടെ കളിച്ചപ്പോഴുള്ള കണക്കുകൾ വെച്ച് നമ്മളൊന്ന് കമ്പയർ ചെയ്യാം. നെയ്മറേക്കാൾ നേരത്തെ യൂറോപ്പിലെത്തിയ ആളാണ് പ്രായം കൊണ്ട് നെയ്മർ. അതായത് നെയ്മർ വരുന്നതിന് മുമ്പ് വിനി എത്തിയെന്നല്ല, പ്രായം കൊണ്ടാണ് പറയുന്നത്. നെയ്മർ എത്തുന്ന പ്രായത്തേക്കാൾ ചെറുപ്പത്തിൽ വിനി യൂറോപ്പിലെത്തിയിട്ടുണ്ട്. എന്തായാലും കണക്കുകൾ നോക്കാം. വിനി ജൂനിയർ 56 മത്സരങ്ങളാണ് കളിച്ചിട്ടുള്ളത്. അതേസമയം ആ ഒരു പ്രായമാകുമ്പോൾ നെയ്മർ ജൂനിയർ 27 മത്സരങ്ങളാണ് കളിച്ചിട്ടുണ്ടായിരുന്നത് UCL. 21 ഗോളുകൾ ഇത്രയും കളികളിൽ നിന്ന് വിനി നേടിയപ്പോൾ 16 ഗോളുകളാണ് നെയ്മർ ആ പ്രായത്തിൽ നേടിയത്. അതായത് 56 കളികൾ കളിച്ച് വിനി 21 ഗോളുകൾ നേടിയപ്പോൾ 27 കളികൾ കളിച്ച് 16 ഗോളുകളാണ് നെയ്മറുടെ പേരിൽ ഉണ്ടായത്. അസിസ്റ്റുകൾ വിനി 19, നെയ്മർ 6. ഇനി നോക്കുക, മിനിറ്റ്സ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ എ ഗോൾ. ഓരോ ഗോൾ കോൺട്രിബ്യൂഷൻ വരുന്ന എത്ര മിനിറ്റിലാണ്? വിനിയുടെ ഭാഗത്ത് നിന്ന് അത് 207 ആവറേജ്. 207 മിനിറ്റുകളിൽ ഒരു ഗോൾ കോൺട്രിബ്യൂഷൻ. നെയ്മർ 102 മിനിറ്റുകളിൽ ഒരു ഗോൾ കോൺട്രിബ്യൂഷൻ എന്ന തരത്തിൽ മികച്ച പ്രകടനം നടത്തിയിരുന്നു. ഫിനിഷിങ്ങിൻ്റെ കണക്ക് നോക്കിയാൽ പെർ ഗെയിം 2.2 ആണ് വിനിയെങ്കിൽ പെർ ഗെയിം 3.4 ആയിരുന്നു നെയ്മർ ജൂനിയർ. ഇനി കീ പാസുകൾ പെർ ഗെയിം 1.5 ആണ് വിനിയെങ്കിൽ പെർ ഗെയിം 2.3 ആയിരുന്നു നെയ്മർ ജൂനിയർ. ബിഗ് ചാൻസുകൾ ക്രിയേറ്റഡ് പെർ ഗെയിം വിനി 0.3, നെയ്മർ 0.6 ആണ്. സക്സസ്ഫുൾ ഡ്രിബിളിംഗ് വിനി 2.8, നെയ്മർ 4 ആണ്. പെർ ഗെയിം ആണ് പറയുന്നത്. വിനി 2.8 സക്സസ്ഫുൾ ഡ്രിബിളിംഗ് പെർ ഗെയിം ആണെങ്കിൽ നെയ്മർ 4 ഡ്രിബിളിംഗ്സ് പെർ ഗെയിം ആണ് സക്സസ്ഫുൾ. കിരീടങ്ങൾ വിനി 2, നെയ്മർ 1. അപ്പം ഇതിൽ തീർച്ചയായിട്ടും വിനി കുറേ നേരത്തെ എത്തി. അദ്ദേഹം കഴിഞ്ഞ 2-3 വർഷക്കാലത്തിനിടയിലാണ് വലിയ രൂപത്തിലേക്ക് മിന്നിക്കത്തി മാറിയത് എന്നുള്ള കാര്യം കൂടി നമ്മൾ ഓർക്കണം. ഏതായാലും രണ്ടുപേരും യൂറോപ്പിൽ അടക്കി ഭരിക്കാൻ കെൽപ്പുള്ളവർ തന്നെയായിരുന്നു. നെയ്മറെ സംബന്ധിച്ചിടത്തോളം പരിക്ക് അദ്ദേഹത്തെ വല്ലാത്ത അലട്ടിപ്പോയി. എന്ന വിനിക്ക് മുന്നിൽ ഒരു നീണ്ട കരിയർ അങ്ങ് കിടപ്പുണ്ട്. ഈ പ്രകടനം അദ്ദേഹം തുടർന്നാൽ യൂറോപ്യൻ ഫുട്ബോളിൻ്റെ നെറുകയിലേക്ക് അദ്ദേഹത്തിന് എത്താൻ പറ്റും. ഇപ്പോൾ തന്നെ ഏറ്റവും ഉന്നതിയുടെ തൊട്ടരികിൽ അദ്ദേഹം എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എങ്കിലും പ്രതിഭാ തിളക്കത്തിലെ നെയ്മർ ജൂനിയർ ആരെക്കാളും പുറകിലായിരുന്നില്ല എന്ന് കാണിക്കുന്ന കണക്കുകളാണിത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റ് ഓഫ് ഫുട്ബോൾ എത്താം.